ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ സന്യാസി ശ്രേഷ്ഠരുടെയും പാദങ്ങളിൽ ഓം നമോ നാരായണായ പൂർവകമായ നമസ്കാരങ്ങൾ. മറ്റെല്ലാ സജ്ജനങ്ങൾക്കും വന്ദനം. അവധൂത മഹാത്മാക്കളുടെ ഒരു വിഹാരഭൂമിയാണ്. ഏത് കാലം മുതലാണെന്ന് നമുക്കറിയില്ല. നൂറുകണക്കിന് അവധൂത മഹാത്മാക്കൾ ഈ കണ്ണൂരിനെ അവരുടെ വിഹാരഭൂമിയാക്കിയിട്ടുണ്ട്. ഇന്നും ഒട്ടനവധി അത്തരം മഹാപുരുഷന്മാരുടെ സമാധി സ്ഥാനങ്ങൾ കണ്ണൂരിൽ നിലനിൽക്കുന്നുണ്ട്. ദേവതോപാസനയുടെ ഒരു സാർവജനിക ഭാവത്തെ ഉയർത്തിക്കൊണ്ട് ഭഗവാൻ സമൂഹത്തിലേക്ക്, വ്യക്തിയിലേക്ക്, കുടുംബത്തിലേക്ക് ഇറങ്ങി വരുന്ന മുത്തപ്പൻ്റെ ആരൂഢ സ്ഥാനം കണ്ണൂരാണ്. നമുക്ക് അല്പം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ശാക്തേയ ഉപാസനയുടെ വലിയ ശക്തി കേന്ദ്രങ്ങൾ കണ്ണൂരുണ്ടായിരുന്നെന്ന് കാണാൻ കഴിയും. ശുദ്ധമായ സംസ്കൃതത്തിൽ പോരാ, പ്രൗഢമായ സംസ്കൃതത്തിൽ സംവദിച്ചിരുന്ന സ്ഥപതികൾ ഈ കണ്ണൂരിൻ്റെ മഹിമയായിരുന്നു. ഇതൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന മഹിമകളാണ്. പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എത്രയെത്ര മഹാപുരുഷന്മാരുടെ സാന്നിധ്യവും സംസ്പർശവും ഇവിടെ ഉണ്ടായി. ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച 2 ക്ഷേത്രങ്ങൾ നേരത്തെ പ്രതിപാദിക്കപ്പെട്ടു, ഈ കണ്ണൂർ ജില്ലയിലാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ അരുമ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ പോരാ, ശ്രീനാരായണ ഗുരുദേവൻ്റെ ഹൃദയം തന്നെ എന്ന് പറയാവുന്ന ചൈതന്യസ്വാമികൾ, നമ്മുടെ ചൈതന്യം എന്നാണ് ഗുരുദേവൻ പറയുക. ആ ചൈതന്യസ്വാമികളുടെ സമാധി ഇതാ ഈ കണ്ണൂരിലാണ്. ഇത് പ്രാചീനമായി കണ്വ മഹർഷിയുടെ തപോഭൂമിയാണ്, കണ്ണൻ്റെ ഊരാണ്. എന്തിനിതൊക്കെ പറഞ്ഞു തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ, ഇന്നലെ കാസർഗോഡ് സംസാരിക്കുമ്പോൾ അവിടുത്തെ സവിശേഷതകൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. ഓരോ പ്രദേശത്തിൻ്റെയും ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മഹത്വപൂർണമായ വൈദിക സംസ്കൃതിയുടെ അഗാധതയും പരപ്പും ഒരുപോലെ സമന്വയിച്ച ഒരു ചരിത്ര പശ്ചാത്തലം നമുക്ക് കണ്ടെത്താൻ കഴിയും. എത്രയെത്ര മഹാത്മാക്കൾ ഇവിടെ. രമാദേവിയമ്മ കണ്ണൂർ ജില്ലയിൽ വളരെ പ്രവർത്തിച്ചു. കൂടാളിയമ്മ ഇവിടെ വലിയ തപസ്സിൻ്റെ, ആധ്യാത്മിക ചൈതന്യത്തിൻ്റെ പ്രസരണം ചെയ്തു. ഇങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ പലരെയും വിട്ടുപോവുക എന്ന കൃതജ്ഞത സംഭവിക്കും എന്നുള്ളത് കൊണ്ട് കൂടുതൽ പേരുകളിലേക്ക് പോകുന്നില്ല.
ആയോധന കലയുടെ ഒരർത്ഥത്തിൽ ഈറ്റില്ലമായിരുന്നു കണ്ണൂർ ജില്ല. ഒരു സന്ദേഹവുമില്ല. ഇങ്ങനെയുള്ളൊരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഈ ഭൂമികയിൽ വലിയൊരളവോളം നമ്മൾ ആത്മവിസ്മൃതിയിലേക്ക് അമർന്നപ്പോൾ, നമ്മുടെ സ്വത്വബോധം നമുക്ക് നഷ്ടപ്പെട്ടപ്പോൾ എന്തൊക്കെയായി തീർന്നു നമ്മൾ. ഉത്തര ഭാരതത്തിൽ, പ്രത്യേകിച്ച് രാജസ്ഥാൻ, മധ്യപ്രദേശ് ഭാഗങ്ങളിൽ നമ്മൾ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ മഴക്കാലത്ത് കാണുന്നൊരു കാഴ്ചയുണ്ട്. ആ കാഴ്ച പ്രത്യേകിച്ച് ചമ്പൽ ആ ഭാഗത്തൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. ഈ കാഴ്ച ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത, ഒരു പക്ഷേ ചെറിയൊരു നീർച്ചാല് പോലെ മാത്രം ജലരാശി ഒഴുകുന്ന ചില പുഴകളുണ്ട്. ചെമ്പലിലൊക്കെ ഇങ്ങനത്തെ ധാരാളം കാണാം. പെട്ടെന്ന് മഴക്കാലത്ത് അങ്ങ് പെരുകി വരും വെള്ളം, സമുദ്രം പോലെ. എത്ര പെട്ടെന്നാണെന്നറിയോ? 4-5 മണിക്കൂർ കൊണ്ട് ഒരു ജലരാശിയില്ലാത്ത പ്രദേശം വലിയ സമുദ്ര സമാനം പരന്നൊഴുകും. വലിയ മലവെള്ളപ്പാച്ചിലാണ്. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കി ആ ജലം പെരുകുന്നതിനനുസരിച്ച് പിന്നോക്കം നമ്മൾ മാറിപ്പോണം. ആ സമയത്ത് കാണാം കുടിലുകൾ ഒലിച്ചു പോകുന്നുണ്ടാവും, കന്നുകാലികൾ ഒലിച്ചു പോകുന്നുണ്ടാവും, പല പെട്ടികളും ഒലിച്ചു പോകുന്നുണ്ടാവും. ചില കുട്ടികൾ, വിദഗ്ധന്മാർ ചില വടിയൊക്കെ ആയിട്ട് നിൽക്കും. വല്ല പെട്ടിയൊക്കെ വരുമ്പോൾ തടയും, അതെടുക്കും. അതൊക്കെ സ്ഥിരം കാണാറുണ്ട്. ഏതാനും മണിക്കൂർ കഴിഞ്ഞാൽ ഈ വെള്ളം ചുരുങ്ങി 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 ചെറിയൊരു തോട് പോലെയാവും. ഈ പ്രക്രിയ മുഴുവൻ പൂർത്തിയാക്കാൻ ഏറി വന്ന ഒരു 24 മണിക്കൂർ മതിയാവും. പക്ഷേ അതങ്ങ് കഴിഞ്ഞ് പൂർവസ്ഥിതിയാകുമ്പോൾ നമുക്ക് കാണാം ആ പുഴയുടെ ഓരത്തുണ്ടായിരുന്ന കുടിലുകൾ എല്ലാം ഒഴുകിപ്പോയിരിക്കുന്നു. ആയിരക്കണക്കിന് പക്ഷികൾക്ക് ആശ്രയമായിരുന്ന, ഒരു പ്രദേശത്തിന് മുഴുവൻ ശുദ്ധവായുവെ പ്രദാനം ചെയ്ത വലിയ വൃക്ഷങ്ങൾ കടപുഴകി ഒലിച്ചു പോയിരിക്കുന്നു. തൽസ്ഥാനത്ത് ചെളിയും എക്കൽ മണ്ണും വ്യാപിച്ച് അതിൽ പുതഞ്ഞു കിടക്കുന്ന കുറേ ശവശരീരങ്ങൾ, ആടിൻ്റെ ആവാം, പശുവിൻ്റെ ആവാം, എരുമയുടെ ആവാം, ചിലപ്പോൾ മനുഷ്യരുടെയും ആവാം. ഇതെന്തിനിവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, സാമാജികമായി ചില കുത്തൊഴുക്കുകൾ വന്ന് ആ കുത്തൊഴുക്കുകൾക്ക് കാരണാന്തരങ്ങളെ കൊണ്ട് ശക്തി പ്രാപിച്ച് അത് പരന്ന് കുത്തിയൊലിച്ചങ്ങൊഴുകുമ്പോൾ അതേതാനും സമയമേ നിലനിൽക്കൂ. ആവർത്തിക്കട്ടെ, ഉറപ്പിച്ച് ആവർത്തിക്കട്ടെ, ഏതാനും സമയമേ നിലനിൽക്കൂ. പക്ഷേ ആ സമയം കൊണ്ട് ആയിരക്കണക്കിന് വ്യക്തികൾ വസിച്ചിരുന്ന വാസസ്ഥാനങ്ങളെ അത് ഒലിപ്പിച്ച് കളഞ്ഞു. ലക്ഷക്കണക്കിന് ജന്തുക്കൾക്ക് ആശ്രയമായിരുന്ന വൃക്ഷങ്ങളെ അത് കടപുഴക്കി കഴിഞ്ഞു. പകരം വയ്ക്കാൻ ഒന്നില്ലാതായി. ഇതെന്തിനിവിടെ പറഞ്ഞു? ഇത്രക്കേറെ സാംസ്കാരിക മഹിമയുള്ള ഉണ്ടായിരുന്ന ഈ പ്രദേശത്ത്
അതിനെ മുഴുവൻ നിരസിക്കുന്ന, നിന്ദിക്കാൻ നമ്മളെ പഠിപ്പിച്ച, അതെ, അമ്പലം എന്നത് നാൽച്ചുമരല്ലേ, ഈശ്വരൻ എന്നത് കല്ലല്ലേ എന്നൊക്കെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ച, മുദ്രാവാക്യം വിളിപ്പിച്ച ഈ കുത്തൊഴുക്കുകൾ അങ്ങ് കടന്നു പോയപ്പോഴത്തേക്ക് നമ്മുടേതായ സ്വത്വത്തിൻ്റെ പലതിനെയും നമുക്ക് കൈമോശം വന്നു പോയി. പകരം വയ്ക്കാനൊന്നില്ലാത്ത സ്ഥിതിയിൽ ഇവിടെയാണ് നമ്മുടെ സ്വത്വത്തിലേക്കുള്ളൊരു പുനരന്വേഷണം നമ്മൾ ചെയ്യേണ്ടുന്ന അനിവാര്യത വരുന്നത്. ഈ ഒരു ധർമ്മസന്ദേശ യാത്രയുടെ പൊതുപ്രസംഗമല്ല ഇത് എന്ന് നേരത്തെ സൂചിപ്പിച്ചു. കാരണം നമ്മളെല്ലാവരും ഹിന്ദു ധർമ്മത്തിലെ വ്യത്യസ്ത തലങ്ങളിൽ ഈ സമാജത്തെ സ്പർശിക്കുന്ന സംഘടനകളുടെ, പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളാണ്. അതുകൊണ്ട് പൊതുവേദിയിൽ പറയേണ്ട ഭാഷ ഇവിടെ വിനിയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ആത്മവിസ്മൃതിയിലേക്ക് അമർന്നുപോയ, അതുകൊണ്ട് ഒട്ടനവധി സമ്പത്ത് നഷ്ടപ്പെട്ടു പോയ, തൽസ്ഥാനത്ത് അനേക അനാചാരങ്ങളും ദുരാചാരങ്ങളും താലോലിക്കാൻ ഇടവന്ന ഒരു സമാജമായി തീർന്ന സ്ഥിതിയിൽ നിന്ന് നമ്മളെ പിടിച്ചുയർത്തിയത് മഹാപുരുഷന്മാരാണ്. കേരളത്തെ സംബന്ധിച്ച് ആ മഹാപുരുഷന്മാരൊരു പരമ്പരയായി വരികയും കേരളത്തിലുടനീളം സന്ദേശ പ്രചരണം ചെയ്യുകയും ചെയ്തു. അയ്യ വൈകുണ്ഠസ്വാമികളായാലും, തൈക്കാട്ട് അയ്യാവായാലും, ചട്ടമ്പി സ്വാമി തിരുവടികളായാലും, ശ്രീനാരായണ ഗുരുദേവനായാലും, ശുഭാനന്ദ ഗുരുദേവനായാലും, വേദഗുരു സദാനന്ദ സ്വാമികളായാലും, ബ്രഹ്മാനന്ദ ശിവയോഗിയായാലും, വാഗ്ഭടാനന്ദ ഗുരുവായാലും, രാമാനന്ദ ഗുരുദേവനായാലും, ആഗമാനന്ദ സ്വാമികളായാലും, നിർമ്മലാനന്ദ സ്വാമികളായാലും, ഒരു പരമ്പര. അവരെല്ലാം ഉയർത്തിവിട്ട വീര്യത്തിൻ്റെ ഫലമായിട്ട് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഉയരാനുള്ള സ്ഥിതിവിശേഷം നമ്മുടെ സമാജത്തിന് ലബ്ധമായി. ഭ്രാന്താലയ സദൃശമായ അവസ്ഥയിൽ നിന്ന് തീർത്ഥാലയ സദൃശമായ അവസ്ഥയിലേക്ക് ഉയരാനുള്ള സാഹചര്യം നമുക്കുണ്ടായി. ആ സാഹചര്യത്തെ വേണ്ടതുപോലെ നമ്മൾ വിനിയോഗിക്കുന്നുണ്ടോ? അതിനെ വിനിയോഗിച്ച് എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും ഉയരാനുള്ള പരിശ്രമശാലികളായി നമ്മൾ തീരുന്നുണ്ടോ? ഈ ചോദ്യം നമ്മൾ ചോദിച്ചേ മതിയാവും. നമ്മളിൽ ഈ ഈഴവരുണ്ടാവട്ടെ, നമ്മളിൽ നായരുണ്ടാവട്ടെ, നമ്മളിൽ തീയരുണ്ടാവട്ടെ, നമ്മളിൽ നമ്പൂതിരിയോ മാരാരോ വാരരോ നമ്പീശനോ ഉണ്ടാവട്ടെ, നമ്മളിൽ ചെറുമരോ പുലയരോ ഭട്ടരോ അയ്യരോ അയ്യങ്കാരോ ഉണ്ടാവട്ടെ. പക്ഷേ ഇത് മുഴുവൻ ഉണ്ടാവണമെങ്കിൽ ഹിന്ദു എന്ന തായ്വേര് വേണമെന്ന സ്മൃതി, ആ തായ്വേരിനെ പോഷിപ്പിക്കാനുള്ള പ്രവർത്തനം നമ്മൾ എത്രമാത്രം ചെയ്യുന്നു? ഈ ചോദ്യം ചോദിച്ചേ മതിയാവും. നമ്മളിൽ ശാക്തേയരോ വൈഷ്ണവരോ ശൈവരോ ഗാണപത്യരോ ഉണ്ടാവട്ടെ. ശാക്തേയരിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്, ശൈവരിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. ഏത് സമ്പ്രദായമാണോ, ഏത് ഗുരു ഉപദിഷ്ടമായ മാർഗമാണോ നമ്മൾ പിന്തുടരുന്നത്, പിന്തുടരട്ടെ. എന്നാൽ സനാതനധർമ്മം എന്നുള്ള മഹത്വപൂർണമായ ആ സംസ്കൃതിയുടെ കീഴിലാണ്, വേദകൽപ്പവൃക്ഷത്തിന് കീഴെയാണ് ഇതെല്ലാം വരുന്നത് എന്ന ധാരണയോടുകൂടി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾ ചില ആത്മപരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ്. സാമ്പത്തികമായി ഭദ്രതയുള്ള ഒരു സമൂഹം മാത്രമേ ഉയർന്നു നിൽക്കൂ എന്ന നിലയ്ക്ക്
പരസ്പര സഹകരണത്തോടു കൂടി സാമ്പത്തിക ഭദ്രത ആർജിക്കാൻ നമ്മൾ വേണ്ടതുപോലെ പരിശ്രമിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾ നമ്മൾ ഉന്നയിക്കണം. പ്രശ്നങ്ങളെക്കുറിച്ച് ഏറെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രശ്നങ്ങളെക്കുറിച്ച് വാതോരാതെ പ്രസംഗിച്ചത് കൊണ്ട് പ്രയോജനമില്ല. നമ്മുടെ ദൃഷ്ടി, നമ്മുടെ ചർച്ച പരിഹാരോന്മുഖമാകണം. ആ നിലയ്ക്ക് ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഉയരാനുള്ള സന്ദേശം നമ്മുടെ പ്രവർത്തന മേഖലയിൽ നൽകാൻ നമുക്ക് സാധിക്കണം. ഈ കൂട്ടത്തിൽ ക്ഷേത്ര പ്രവർത്തകരുണ്ട്, ഈ കൂട്ടത്തിൽ തന്ത്രിമാരുണ്ട്, ഈ കൂട്ടത്തിൽ സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാരുണ്ട്, ഈ കൂട്ടത്തിൽ യോഗവിദ്യ പഠിപ്പിക്കുന്നവർ, അതുപോലെ നേരത്തെ പറഞ്ഞ പല മേഖലകളിൽ ഹൈന്ദവ സമാജത്തെ സ്പർശിക്കാൻ ശക്തിയുള്ളവരുണ്ട്. ഏതാവട്ടെ നമ്മുടെ മേഖല, ആ മേഖലയിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം സനാതന ധർമ്മത്തിൻ്റെ ശാക്തീകരണത്തിനായിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും നിലകൊണ്ടാൽ അത് എല്ലാ അർത്ഥത്തിലും ഭാവത്തിലുമുള്ള ശാക്തീകരണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ അർത്ഥത്തിലും ഭാവത്തിലുമുള്ള ശാക്തീകരണം. ഉദാഹരണത്തിന്, ഏതെങ്കിലും വ്യക്തിയോ സമാജമോ സാമ്പത്തികമായി താഴേക്ക് പോയാൽ അവർ മറ്റുള്ളവരാൽ ചവിട്ടി മതിക്കപ്പെടും, ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് വേദം നമ്മളോട് പറഞ്ഞത്, ഭൂത്യേന പ്രമദിതവ്യം. ഐശ്വര്യത്തിനായിക്കൊണ്ട് എന്ത് ചെയ്യണോ അതിൽ നിന്ന് നമ്മൾ മടിച്ച് പിന്മാറരുത്. ഇവിടെ നമുക്ക് വലിയ വീഴ്ച വന്നുപോയി. ഇടക്കാലത്ത് നമ്മൾ പറഞ്ഞ് സമാജത്തെ വഞ്ചിച്ചു. മിക്കവാറും ആധ്യാത്മിക പ്രഭാഷകന്മാരും പണമൊന്നും ആഗ്രഹിക്കരുത്, ധനം ആഗ്രഹിക്കരുത്, കുറച്ചുകൂടി കടന്നിട്ട് അത് ആളെ കൊല്ലിയാന്ന് വരെ പറഞ്ഞ ആൾക്ക് ദക്ഷിണയും വേണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. മറിച്ച് വേദം അനുശാസിച്ചത് യയാ കയാച വിധയാ ബഹുവന്നം പ്രാപ്നുയാതെന്നാണ്. എങ്ങനെയെങ്കിലും നീ സമ്പത്ത് ഉണ്ടാക്കുക. കുശലാന്ന പ്രമദിതവ്യം. നിന്റെയും കുടുംബത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണോ അതിൽ നിന്ന് മടിച്ച് പിന്മാറരുത്. നോക്കൂ, നമ്മൾ ക്ഷേത്രങ്ങളിൽ വഴിപാടായിട്ട് ശിവങ്കൽ ധാര എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കാറുണ്ട്. അവിടെ ഒതുക്കി നമ്മൾ ഈ ശിവങ്കൽ ധാര ചെയ്യുമ്പോൾ ഏതാ മന്ത്രം? ശ്രീരുദ്രമാ ചൊല്ലേണ്ടത്. ഈ ശ്രീരുദ്രം നിത്യപാരായണത്തിന് വിഹിതമാണ്. ശ്രീരുദ്രത്തിൽ ഒരധ്യായം ചമകമാണ്. എന്താ ചമകം? ഓരോ മന്ത്രത്തിൻ്റെയും കൂടെ ച മേ ച മേ ച മേ എന്ന് പറയുന്നത് കൊണ്ടാണ് ആ അധ്യായത്തിന് ചമകം എന്ന് പേര് വന്നത്. എന്താണ് ഈ ചമേ? എനിക്ക് പട്ടുവസ്ത്രം വേണം, എനിക്ക് പരുത്തി വസ്ത്രം വേണം, എനിക്ക് കമ്പിളി വസ്ത്രം വേണം, എനിക്ക് സ്വർണം വേണം, എനിക്ക് വെള്ളി വേണം, എനിക്ക് രത്നം വേണം, എനിക്ക് കുതിര വേണം, എനിക്ക് ആന വേണം, എനിക്ക് പത്നി വേണം, എനിക്ക് മക്കള് വേണം, മക്കള് വേണം. അങ്ങനെ അങ്ങ് പോകുക. 300 ചില്ലാൻ പ്രാർത്ഥനകൾ. ഇന്ന് നമ്മുടെ കൊച്ചു കുട്ടികളോടൊരു ചമകം ചൊല്ലാൻ പറഞ്ഞാൽ അവര് എനിക്ക് ഒരു ലാപ്ടോപ്പ് വേണം, എനിക്ക് iPhone 17 Pro വേണം എന്നൊക്കെ പ്രാർത്ഥിച്ചൊന്ന് വരും. ആയിക്കോട്ടെ, അതിനെന്താ വിരോധം? പ്രാർത്ഥിക്കട്ടെ. എനിക്ക് സമ്പദ് ഐശ്വര്യങ്ങൾ വേണമെന്ന് പ്രാർത്ഥിച്ച ഒരാൾക്ക് മന്ദനായി, മടിയനായി, അലസനായി ഇരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. സമ്പത്താർജിക്കണം, കരുത്താർജിക്കണം. കരുത്തുള്ളവനെ ആദരിക്കപ്പെടൂ ലോകത്തിൽ. ദുർബലൻ ആദരിക്കപ്പെടില്ല. ദൗർബല്യത്തെ പൂജിച്ചവരല്ല നമ്മൾ കരുത്തിനെ പൂജിച്ചവരാണ്. ഇതാ നവരാത്രി കഴിഞ്ഞേ ഉള്ളൂ. ശക്തി സ്വരൂപിണിയെ, ഭഗവതിയെ, ശക്തിയുടെ എല്ലാ പരിവേഷങ്ങളോടും കൂടിയാണ് നമ്മൾ പൂജിച്ചത്.
പൂജിക്കേണ്ടത്. അശക്തിയെ പൂജിക്കുന്നവരല്ല നമ്മൾ. മഹാദേവിയെയും മഹാലക്ഷ്മിയെയും മഹാസരസ്വതിയെയും ഒരുപോലെ നമ്മൾ പൂജിച്ചു. ശ്രദ്ധിക്കുക. നമ്മൾ ഉപാസിക്കുന്ന ദേവീദേവന്മാര് ആരെങ്കിലും ദൗർബല്യത്തിന്റെ മൂർത്തികളുണ്ടോ? ഒന്ന് കാണിച്ചു തരും. ഒരു ദേവത ഒരു ദുർബലനായിട്ട് എന്നെ ഒന്നിനും കൊള്ളൂലേ, ഞാനിങ്ങനെ തൂങ്ങി കിടക്കുകയാണേ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ദേവതയെ നമ്മൾ പൂജിക്കുന്നുണ്ടോ? ഇല്ല. എല്ലാവരും നാലായുധങ്ങളുള്ളവർ. വിഷ്ണു ആണെങ്കിൽ 2 കൈകളിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ചിഹ്നങ്ങളാണെങ്കിൽ താമരയും ശംഖവും. നല്ല വിടർന്നു നിൽക്കുന്ന താമര, അനന്തമായ സുഖം ശംഖം. എങ്കിൽ മറ്റ് 2 എണ്ണമോ? ഒന്ന് ശസ്ത്രം, ഒന്ന് അസ്ത്രം. ഗദയും ചക്രവും. ഈ 2 തരം ആയുധങ്ങളെ ലോകത്തിൽ ഉണ്ടായിട്ടുള്ളൂ, ഉണ്ടാവുകയുള്ളൂ. മൂന്നാമതൊരായുധം ഉണ്ടാവില്ല. ഒന്ന് കയ്യിൽ പിടിച്ചുപയോഗിക്കുന്ന ആയുധം, 2 കൈ വിട്ടുപയോഗിക്കുന്ന ആയുധം. കയ്യിൽ പിടിച്ചുപയോഗിക്കുന്നത് ശസ്ത്രമാണ്, കൈ വിട്ടുപയോഗിക്കുന്നത് അസ്ത്രമാണ്. ശിവൻ മംഗള സ്വരൂപനാ, അഭയങ്കരനാ. പക്ഷെ ശൂലം കൈവിട്ട ശിവനില്ല. വേല് കൈവിട്ട സുബ്രഹ്മണ്യനില്ല. മഴു ഗണപതിക്കും ശിവനും ഒക്കെ ഉണ്ട് ധ്യാനത്തിൽ. ദേവിക്ക് ആയുധങ്ങളുടെ എണ്ണം പറയണ്ട. എന്തിനാ ഇതൊക്കെ കാണിച്ചു തന്നെ? ആസുരികതയെ നിഗ്രഹിക്കാനുള്ള കരുത്തിനെ ഉപാസിക്കുന്നവരാണ് നമ്മൾ, ദൗർബല്യത്തെ ഉപാസിക്കുന്നവരല്ല. ഈ കരുത്തിനെ ഉപാസിക്കുന്ന നമ്മൾ എങ്ങനെ ദുർബലരാകുന്നു? ചിന്തിക്കുക. ദൗർബല്യത്തെ പൂജിക്കുന്നവരാകുന്നു. കേട്ടിട്ടില്ലേ, വലത്തെ കർമ്മത്തടി കിട്ടിയ ഇടത്ത് കാണിക്കണം അത്രേ. ചോദ്യം, ഇടത്തും കിട്ടിയാലോ വല്ലതും കാണിക്കണം. ഇങ്ങനെ കണ്ടവനോട് തല്ലുകൊണ്ട് നശിക്കേണ്ടവരാണോ നമ്മൾ? ഇതിനേക്കാൾ കഷ്ടം പിടിച്ച വാക്യം കേട്ടിട്ടുണ്ട്. വായി കയ്യിട്ടാ കടിക്കില്ല സ്വാമി, അത്ര നല്ല സ്വഭാവമാണ്. കേട്ടില്ല? ഈ വായി കൈയിട്ടാ കടിക്കാത്തവൻ നല്ല ആളാ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒന്നിനും കൊള്ളാത്തവനാ. അല്ലെങ്കിൽ കൈ ഇടുന്നത് ദന്ത ഡോക്ടർ ആയിരിക്കണം, എന്നാ കടിക്കരുത്. അല്ലാതെ കണ്ടോന് കൈയിടാനുള്ള സാധനം നമ്മുടെ വായ. ഇങ്ങനത്തെ അബദ്ധങ്ങളെ പറഞ്ഞ് പറഞ്ഞ് ഒന്നിനും കൊള്ളാത്തൊരു സമാജമാക്കി നമ്മളെ തീർത്തു. മാറി ചിന്തിച്ചേ മതിയാവൂ. വേദത്തിലേക്ക് പോയേ മതിയാവൂ. ഋഗ്വേദ സംഹിതയിൽ വളരെ വികാര നിർഭരമായൊരു ഭാഗം സംഹിതയിൽ ഓർമ്മിക്കുകയാണ്. ഒരു മഹായുദ്ധം നടക്കുന്നു. ആ യുദ്ധക്കളത്തിൽ കുതിരപ്പുറത്ത് വന്ന് യുദ്ധം ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. കഷ്ടകാലത്തിന് ആ യുദ്ധത്തിൽ അവരുടെ കാല് മുറിഞ്ഞുപോയി. മുട്ടിന് താഴെ വെച്ച് കാല് മുറിഞ്ഞുപോയി. എന്നിട്ട് അന്ന് ലോഹം കൊണ്ടുള്ള കാല് ഫിറ്റ് ചെയ്ത് പിറ്റേന്ന് യുദ്ധക്കളത്തിലേക്ക് അവർ വരികയാണ്. ഋഗ്വേദ സംഹിതയിലുണ്ട്, നോക്കുക. കരുത്തിനെ ഉപാസിക്കുക. കരുത്തിനെ. ആ കരുത്ത് എങ്ങനെ നേടിയെടുക്കാം? വേദം നമ്മളോട് പറഞ്ഞു. 1552 മന്ത്രങ്ങളുള്ള ഋഗ്വേദ സംഹിത ഒടുവിൽ നമ്മളോട് പറഞ്ഞു, സംഗച്ഛധ്വം സമ്പദധ്വം. നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുകയും നിങ്ങൾ ഒന്നിച്ച് നല്ലതിനെ പറയുകയും. ഈ ഒറ്റ മന്ത്രം ഓർമ്മിച്ചാൽ മതി, വേറൊന്നും വേണ്ട. നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുകയും നിങ്ങൾ ഒന്നിച്ച് നല്ലതിനെ പറയുകയും. ഈ ഒന്നിച്ച് ഒന്നിച്ച് ഒന്നിച്ചെന്ന മഹാമന്ത്രം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? എങ്കിൽ
ഒരു ന്യൂനതയും നമുക്ക് സംഭവിച്ചിട്ടില്ല, ഒട്ടും സംഭവിക്കുകയുമില്ല. ഒന്നിൻ്റെ പേരിലും ഭിന്നിക്കാതെ. ഇത് പറയുന്ന സമയത്ത് സാമുദായിക സംഘടനകൾ മൊത്തം ഹൈന്ദവ ശക്തിയുടെ ജാഗരണത്തിനായിക്കൊണ്ട് രൂപപ്പെടുത്തപ്പെട്ടവയാണ്. പക്ഷേ പലപ്പോഴും അത് വിസ്മരിച്ച് ഏതാനും ചില സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടോ, ചില വിദ്യാശാലകളിൽ സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടോ, സർക്കാരിൻ്റെ ചില ഔദാര്യങ്ങൾ പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ടോ ഹിന്ദു എന്നുള്ള ആ വിശാലമായ കാഴ്ചപ്പാടിനപ്പുറത്തേക്ക് കലഹിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് അവ പലപ്പോഴും തിരിയുന്നു. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ് രാഷ്ട്രീയം. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ്. ഈ രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതായ രാഷ്ട്രീയം രാഷ്ട്രത്തിൻ്റെ അസ്ഥിവാരമായ ധാർമ്മികതയിൽ നിന്ന് ഭിന്നമാകുമ്പോൾ അത് അപകടകാരിയാകുന്നു. അപ്പോൾ ഞാൻ ആ പാർട്ടിയാണ്, ഞാൻ ഈ പാർട്ടിയാണ്, ഞാൻ മറ്റേ പാർട്ടിയാണെന്നും പറഞ്ഞ് വിഭജിക്കപ്പെട്ട് നമ്മൾ അതിൻ്റെ പേരിലും കലഹിക്കുന്നു. ഇവിടെയാണ് സംഗച്ഛധ്വം സമ്പദധ്വം എന്ന വേദമന്ത്രം നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന അനിവാര്യത. ഹിന്ദു എന്ന തായ്വേരുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തനത്തിനും സ്ഥാനമുള്ളൂ എന്ന തിരിച്ചറിവിനെ നമ്മൾ നേടിയേ മതിയാവും. നമ്മൾ യോഗം പഠിപ്പിക്കുന്നവരാണോ? നമ്മൾ വേദം പഠിപ്പിക്കുന്നവരാണോ? നമ്മൾ വ്യത്യസ്ത സാമുദായിക സംഘടനകളുടെ പ്രതിനിധികളാണോ? നമ്മൾ ക്ഷേത്രപ്രവർത്തകരാണോ? ഏത് മേഖലയിലും ആവട്ടെ, ഹിന്ദു എന്ന തായ്വേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അതിനെ പോഷിപ്പിക്കുകയാണ് നമ്മുടെ ദൗത്യം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക. ഈ തിരിച്ചറിവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ് കേരളത്തിലെ മാർഗദർശക മണ്ഡലത്തിലെ എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരും, എല്ലാവരും, അവിടെ പ്രത്യേകിച്ച് ഒരു ഭേദവും ഇല്ല. പേര് പറയുമ്പോൾ പലരും വിട്ടുപോകും. ശ്രീരാമകൃഷ്ണ മിഷനാവട്ടെ, ചിന്മയ മിഷനാകട്ടെ, മാതാ അമൃതാനന്ദമയി മഠമാകട്ടെ, തീർത്ഥപദ ആശ്രമമാകട്ടെ, സംബോധ് ഫൗണ്ടേഷനാകട്ടെ, ദയാനന്ദ ആശ്രമങ്ങളാവട്ടെ, ഇങ്ങനെ പേര് പറയുമ്പോൾ പലരെയും വിട്ടുപോകും. നിത്യാനന്ദ ആശ്രമമാകട്ടെ, എല്ലാവരും അതുപോലെ ഒറ്റപ്പെട്ട് വ്യത്യസ്ത ആശ്രമങ്ങളായി കഴിയുന്ന സന്യാസി ശ്രേഷ്ഠന്മാരെല്ലാവരും, ശിവഗിരി മഠമാകട്ടെ, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒന്നിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഈ വേദിയിലും സദസ്സിലുമായിട്ട് ഇരിക്കുന്നതിൽ എല്ലാവരെയും കണ്ടു എന്ന് വരില്ല. എന്താ കാരണം? ഇത് രണ്ടാമത്തെ ജില്ലയായിട്ടേ ഉള്ളൂ. വയനാട് ജില്ലയിലുള്ള ആരും ഇവിടെ വന്നിട്ടില്ല. അവർക്ക് വേദാമൃതാനന്ദ സ്വാമി ഉണ്ട്. കാരണം വയനാട് ജില്ല കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ കൂടെ കൂടും. കോഴിക്കോട് ജില്ലയിലുള്ളവർ വന്നിട്ടില്ല. കോഴിക്കോട് ജില്ലയിൽ നിന്ന് നമ്മളുണ്ട്, ബാക്കിയുള്ളവരില്ല. അവർ കോഴിക്കോട് ജില്ല കഴിഞ്ഞാൽ കൂടും. മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവർ അത് കഴിഞ്ഞാൽ കൂടും. കാരണം ഓരോ സ്ഥലത്തും സംഘാടകരായിട്ട് അവർ പ്രവർത്തിക്കുകയാണ്. എങ്കിലും ഇന്നലെ ഉദ്ഘാടന സന്ദർഭത്തിൽ മിക്കവാറും പേര് ഉണ്ടായിരുന്നു. ഇതിനു വേണ്ടി രൂപീകരിച്ച ഒരു സംവിധാനത്തിൻ്റെ മുഖ്യ രക്ഷാധികാരിയായിട്ട് മാതാ അമൃതാനന്ദമയി ദേവിയാണ്. അമ്മ വളരെ വളരെ താത്പര്യത്തോടു കൂടിയിട്ടാണ് ഇതിൻ്റെ ഈ സ്ഥാനം ഏറ്റെടുത്തതും ഇതിനെക്കുറിച്ച് നിരന്തരം അന്വേഷിച്ചതും. കേരളത്തിൻ്റെ പ്രിയ സാഹിത്യകാരനായ ശ്രീ സി രാധാകൃഷ്ണൻജി ഈ സമിതിയുടെ അധ്യക്ഷനാണ്. അദ്ദേഹത്തിനൊന്നും എല്ലാ സ്ഥലത്തും പങ്കെടുക്കാൻ പറ്റില്ല. ഇവിടെ വേദിയിൽ തന്നെ തീർത്ഥപാദാശ്രമത്തിൻ്റെ മഠാധിപതിയുണ്ട്. ശിവഗിരി മഠത്തിൻ്റെ മഠാധിപതി 10-ാം തീയതി സംബന്ധിക്കും. ഇങ്ങനെ എല്ലാവരും എവിടെയെങ്കിലും ആയിട്ട്
സംബന്ധിക്കും. എന്തിനിങ്ങനെ ഒത്തുചേർന്നു? നേരത്തെ സൂചിപ്പിച്ച ചില ഓർമ്മപ്പെടുത്തലുകൾക്ക് വേണ്ടി മാത്രം. ഈ ഒരു യാത്ര കൊണ്ട് എല്ലാവുമോ? ഇല്ല. നിങ്ങളാണിത് ചെയ്യേണ്ടത്. നിങ്ങളെന്ന് പറഞ്ഞത് വ്യക്തികൾ എന്ന നിലയ്ക്കല്ല, വ്യത്യസ്ത ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെ കണ്ണൂർ ജില്ലയിലെ നേതൃത്വം എന്ന നിലയ്ക്കാണ് പറയുന്നത്. നമ്മളിലൂടെ ഇത് നമ്മുടെ പ്രസ്ഥാനങ്ങളിലൂടെ ഏകതയുടെ കരുത്തിൻ്റെ സന്ദേശം വ്യാപിപ്പിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ സമാജത്തെ ഹീനമാക്കുന്ന, ദുർബലമാക്കുന്ന ഏത് പ്രവണതയെയും തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. മുലയൂട്ടി കൊല്ലാൻ വന്ന പൂതനയെ തിരിച്ചറിഞ്ഞ കൃഷ്ണനെ ഉപാസിക്കുന്നവരാ നമ്മൾ. ആ കൃഷ്ണൻ പൂതനയെ കൊന്നത് അടിച്ചിട്ടോ കുത്തിയിട്ടോ അല്ല, മുല കുടിച്ചിട്ടാണ്. മുല കൊടുത്തു കൊല്ലാൻ വന്നവളെ മുല കുടിച്ചു കൊന്ന ഭഗവാനെ പൂജിക്കുന്ന നമ്മൾ ഏതെല്ലാം രീതിയിലാണ് ധർമ്മധ്വംസകര് കടന്നുകൂടുന്നതെന്ന് തിരിച്ചറിയണം. ചിലപ്പോൾ അവർ മഹാഭക്തന്മാരാകും, ഭക്ത സമ്മേളനങ്ങൾ നടത്തും, ഒക്കെ ചെയ്യും. തിരിച്ചറിയാൻ കഴിയണം ഏത് രീതിയിലാണ് ധർമ്മധ്വംസകര് പൂതന എന്ന് പറഞ്ഞാൽ പൂതാൻ അഭി ആകർഷയതീതി പൂതന. പൂതന്മാരെ, പരിശുദ്ധന്മാരെ പോലും ആകർഷിക്കുന്നവളാ പൂതന. വ്രജത്തിൽ ആർക്കും മനസ്സിലായില്ല ആരായിരുന്നു, എന്തിനായി വന്നതെന്ന്. പക്ഷെ ഭഗവാന് മനസ്സിലായി. ആ ഭഗവാനെ ഉപാസിക്കുന്ന നമ്മൾക്ക് ഒരു മഹാമന്ത്രം സ്വായത്തമാക്കണം. യേ യഥാ മാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം. ആര് ഏത് രീതിയിലാണോ എന്നോട് ഇങ്ങോട്ട് പെരുമാറുക, അതേ രീതിയിലായിരിക്കും അങ്ങോട്ടും. ഈ മന്ത്രം മറക്കരുത്. ആരേത് രീതിയിൽ ഇങ്ങോട്ടോ അതുപോലെ ആയിരിക്കും അങ്ങോട്ടും. ഇവിടുന്ന് ആ ചുമരിലേക്ക് 6 മീറ്റർ ആണെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടും 6 മീറ്റർ. അല്ലാതെ അവിടുന്ന് ഇങ്ങോട്ട് 6 മീറ്റർ, ഇവിടുന്ന് അങ്ങോട്ട് 3 മീറ്റർ, അത് നടപ്പില്ല. ആ കാലം കഴിഞ്ഞുപോയി. ഇനിയും അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇവിടെ നാളെ പറയാനൊരു ഹിന്ദു ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഏത് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരായാലും, നിങ്ങൾ ഏത് ഉപാസന ചെയ്യുന്നവരായാലും, ദയവ് ചെയ്ത് ഇത് എല്ലാവരോടുമായി പറയുകയാണ്. 4 സകാരങ്ങളെ ഉപാസിക്കാൻ ഹിന്ദു സമാജത്തെ പ്രേരിപ്പിക്കണം. 4 സകാരങ്ങൾ. സമ്പത്ത്, നമുക്ക് സമ്പത്ത് വേണം. സന്താനം, നമുക്ക് സന്താനങ്ങൾ വേണം. സംസ്കാരം, ആചരണങ്ങൾ, അറിവ്, അതെല്ലാം ചേർന്നുണ്ടാക്കുന്ന സംസ്കാരം. സംഘടന, ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം.